കോൺഗ്രസ് നേതാവ് എം ലിജു കൂടി നമുക്കൊപ്പം ചേർന്നു. ലിജു, ഡിവൈഎഫ്ഐ ഇതിനകത്ത് മാതൃകാപരമായ ചില കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു പിന്തുണ നൽകാവുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയല്ലേ? ഏത് തരത്തിലാണ് ഈ ഒരു ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പിന്തുണ അവർക്ക് ആവശ്യമുണ്ട് എന്ന് താങ്കൾ കരുതുന്നത്? ഞാൻ ഇപ്പോഴാണ് ഈ ഫോൺ കോളിലൂടെയാണ് യഥാർത്ഥത്തിൽ എനിക്ക് ഈ വിഷയം ഇപ്പോൾ എന്റെ ശ്രദ്ധയിൽ വരുന്നത്. പക്ഷെ എനിക്ക് പ്രഥമ ദൃഷ്ടിയ കേൾക്കുന്ന ഒരു വിഷയം നാട്ടിൽ നമ്മുടെ രാജ്യം ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് വിവാഹം കഴിക്കാനും പ്രണയിക്കാനും പ്രണയത്തിന് ശേഷം ഒരുമിച്ച് ജീവിക്കാനും അവകാശമുള്ളൊരു നാടാണ്. വ്യത്യസ്തമായ മതവിഭാഗത്തിൽപ്പെട്ടതുകൊണ്ട് വിവാഹം പറ്റില്ല, അത് ഏതെങ്കിലും തരത്തിൽ കുപ്രചരണങ്ങളിലൂടെ അവസാനിപ്പിക്കാമെന്ന രീതി ശരിയല്ല. ഇത് കൃത്യമായി ഇത്തരത്തിൽ ഒരു യുവാവും ഒരു യുവതിയും ഒരു പ്രായപൂർത്തിയവരാണ്, അവർ സ്ഥിരബുദ്ധിയുള്ളവരാണ്, അവർക്ക് വ്യത്യസ്തമായ മതവിശ്വാസം വെച്ചു പുലർത്താൻ അവകാശമുണ്ട്, അവർക്ക് ജീവിക്കാനും വിവാഹം കഴിക്കാനും അവകാശമുണ്ട്. അത് സംരക്ഷിക്കാൻ നിയമപരമായ എല്ലാ പിന്തുണയും കൊടുക്കണം. അത്തരത്തിൽ ഏതെങ്കിലും സംഘപരിവാർ ഗവൺമെന്റുകളുടെ വർഗീയ അജണ്ടയ്ക്ക് കൂട്ടുനിൽക്കേണ്ട ഉത്തരവാദിത്വം കേരളത്തിനില്ല. ഈ ജാർഖണ്ഡ് പോലീസ് എത്തിയിരിക്കുന്നത് ഒരു നിയമ നടപടിക്രമങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. എഫ്ഐആർ നടക്കില്ലല്ലോ. അത് നിയമപരമായി അവർക്ക് പറയാനുള്ളത് പറയാം. ഇവിടെ ഇവർക്ക് ആവശ്യമായ നിയമപരമായ എല്ലാ പിന്തുണയും നൽകണം. കോടതികളിൽ രണ്ടാളുകളുടെയും സ്റ്റേറ്റ്മെന്റ് കേരളത്തിൽ പ്രൊസീജിയർ അനുസരിച്ച് മജിസ്ട്രേറ്റ് മുന്നിൽ അവരുടെ മൊഴി രേഖപ്പെടുത്തണം. അവർ നിർബന്ധിതമായി വിവാഹിതരായതല്ലെങ്കിൽ സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം നിയമവിധേയമായ വിവാഹമാണെന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം സംരക്ഷണം കൊടുക്കണം. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഈ ഡിവൈഎഫ്ഐ ഇവർക്ക് എല്ലാ വിധത്തിലുള്ള സംരക്ഷണവും, താമസിക്കാൻ വീട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസും അത്തരത്തിലുള്ള ഇപ്പൊ ഈ വിഷയത്തിൽ എനിക്ക് അതിനെ കൃത്യമായി ഈ പറഞ്ഞതുപോലെ ഒരു ഫോൺ കോളിലൂടെയുള്ള വിവരമല്ലാതെ എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. എന്നാണെങ്കിൽ എല്ലാ തരത്തിലും നിയമവിധേയമായ എല്ലാ പിന്തുണയും പാർട്ടി നൽകും. അതാണ്. വളരെ നന്ദി. എം ലിജു കോൺഗ്രസ് നേതാവ് കൂടിയാണ് പ്രതികരിച്ചത്. കോൺഗ്രസും ഈ വിഷയത്തിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു പിന്തുണ നൽകും. ഏതെങ്കിലും തരത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടപ്പാകുകയില്ല എന്ന് തന്നെയാണ് ലിജു പറഞ്ഞത്. ശരണ്യ സ്റ്റേജിൽ ശരണ്യ, അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ നിർലോഭമായ പിന്തുണ ഉറപ്പാക്കാൻ കൂടി ഈ വാർത്ത കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു ന്യൂസ് 8നെ സംബന്ധിച്ചിടത്തോളം. ഇനി ഇത് കോടതിയിൽ ഇത് ചെല്ലുമ്പോൾ ഇതൊരു ഒരു പരിരക്ഷ ജാർഖണ്ഡ് പോലീസ്, കേരള പോലീസ് ഇത്രയും വ്യക്തമാക്കിയിട്ട് പോലും ഇവിടെ തുടരുകയാണ് ജാർഖണ്ഡ് പോലീസ്. അതായത് ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള നടപടികളോ നീക്കങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത അത് ഇവരും ഭയക്കുന്നുണ്ടാവുമല്ലോ അല്ലെ? ഹൈക്കോടതിയിൽ ഇത് എത്തുമ്പോൾ പൂർണ്ണമായിട്ടുള്ള ഒരു സുരക്ഷ ഉറപ്പാക്കാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇവർക്കുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും ഹൈക്കോടതിയിൽ ഇന്ന് ഇപ്പോൾ ഈ റിട്ട് ഹർജി ഹൈക്കോടതി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ഇടക്കാല ഉത്തരവെങ്കിലും, അതായത് ഇവരുടെ സാഹചര്യം പരിശോധിച്ച് ഇപ്പോൾ ഒരു ഇടക്കാല ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയെങ്കിലും കോടതി ഉത്തരവിടുകയാണെങ്കിൽ അവർക്ക് പോലീസിന് പൂർണ്ണമായ ഒരു നിയമ പരിരക്ഷ അവർക്ക് നൽകാൻ കഴിയുമെന്നുള്ളതാണ്. അത്തരമൊരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ അവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പറഞ്ഞ രീതിയിൽ, അതായത് ജാർഖണ്ഡ് പോലീസ് ഇപ്പോൾ ഇട്ടിരിക്കുന്ന എഫ്ഐആറിനെ സംബന്ധിച്ചിടത്തോളം അതിന് ആ എഫ്ഐആർ വസ്തുതാപരമല്ല എന്നുള്ളത് കേരള പോലീസിന്, പ്രത്യേകിച്ച് കായംകുളം പോലീസിന് കൃത്യമായി അറിയാം. കാരണം അവരുടെ സാന്നിധ്യത്തിലാണ് മറ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഈ 14-ാം തീയതി നടന്നിട്ടുള്ളത്. അതിനുശേഷമാണ് ഇവർ മിസ്സിംഗ് എന്ന് പറഞ്ഞ് 22-ന് കിഡ്നാപ്പിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് കായംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് കഴിഞ്ഞ 14-ന് ഇവർ എത്തുമ്പോൾ, അതായത് രാജ്റപ്പ പോലീസും ഒപ്പം ഈ ആഷയുടെ സഹോദരി അൽക്ക, മറ്റൊരു അവിടുത്തെ ഈ പറഞ്ഞ പോലെ ഒരു സംഘടനയുടെ നേതാവ്, ഇവർ ഇത്രയും പേരാണ് ഇവിടേക്ക് എത്തിയത് എന്നുള്ളതാണ്. പക്ഷേ അന്ന് എത്തുമ്പോൾ ഇവരുടെ കയ്യിൽ നിയമപരമായി ഈ ആഷയെയും മുഹമ്മദ് ഗാലിബിനെയും നിയമപരമായി ആവശ്യപ്പെടുന്ന യാതൊരുവിധ രേഖകളും അവരുടെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ അങ്ങനെ എത്തിയ അവർക്കൊപ്പം ഇവരെ വിട്ടു നൽകാനാവില്ല എന്നുള്ള നിലപാട് പോലീസ് സ്വീകരിച്ചു. അതാണ് പിന്നീട് ഒരു എഫ്ഐആർ എന്നുള്ള രൂപത്തിൽ 22-ന് ഒരു പുതിയ എഫ്ഐആർ ഇട്ടുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടും അന്വേഷണ സംഘം ഇപ്പോഴും കായംകുളത്ത് തുടരുന്നത് എന്നുള്ളതാണ്. അവരുടെ ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ അവർ ഇപ്പോഴും അവിടെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് നിയമ സംവിധാനങ്ങൾ അല്ല, അതിനപ്പുറത്തേക്ക് മറ്റ് സമ്മർദ്ദങ്ങളാണ് അവരെ അവിടെ തുടരാൻ അനുവദിക്കുന്നത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംവദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം, കേരളത്തിലുള്ള ആളുകൾക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള വലിയ പ്രതിഷേധമാണ് ജാർഖണ്ഡിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇവർ രണ്ടുപേരും വ്യത്യസ്ത മതസ്ഥരാണ് എന്നുള്ളതാണ്. ഒരാൾ ഹിന്ദു മതവിഭാഗത്തിൽ നിന്നും
മറ്റേയാൾ ഇസ്ലാം മത വിഭാഗത്തിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ അവർ അത്തരത്തിൽ വർഷങ്ങളായി അറിയാവുന്ന ആളുകളാണ്. ഈ ബന്ധത്തെ സംബന്ധിച്ച് ആശയുടെ വീട്ടുകാർക്കും ഒക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇരുവരുടെയും വിവാഹമടക്കം ഇത്രയും നാൾ നീണ്ടുപോവുകയും ചെയ്തത്. അവസാനം നിവർത്തിയില്ലാതെയാണ് അവർ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടേക്ക് വരേണ്ടി വന്നത് എന്നുള്ളതാണ്. പക്ഷേ ആ ആശയുടെ കുടുംബത്തിലെ ആളുകൾക്ക് അപ്പുറത്തേക്ക് അവിടെയുള്ള സംഘടനകൾ വർഗീയ രീതിയിൽ ഈ വിഷയത്തെ ഉപയോഗിച്ചുകൊണ്ട് വലിയ സംഘർഷ സാഹചര്യം അവിടെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ജാർഖണ്ഡിൽ അത്തരത്തിൽ ഈ പ്രതിഷേധം നടക്കുന്ന രാജരപ്പ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വന്ന് അനുനയിപ്പിക്കേണ്ട സാഹചര്യം വരുന്നു. ഈ കായംകുളത്തുണ്ട് ഈ പെൺകുട്ടി എന്നുള്ളത് അവർ സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും പ്രക്ഷോഭകാരികൾ അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് വേണ്ടത് ആശയെ മാത്രമാണ്. ആശ ആ ഒരു സാഹചര്യത്തിൽ മറ്റൊരു ഇതര മതസ്ഥനായ ഒരാളെ വിവാഹം ചെയ്ത ആശ ഇപ്പോൾ നിലവിൽ ഇത്രയും പ്രശ്നങ്ങളുള്ള ഈ ജാർഖണ്ഡിലേക്ക് മടങ്ങിപ്പോയാൽ അത് ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോകുമെന്നുള്ള ഭയം ഉണ്ട്. ഇവർക്ക് ഒപ്പമുള്ള ഇവിടെയുള്ള സുഹൃത്തുക്കൾക്കൊപ്പം അതായത് ഈ മുഹമ്മദ് ഗാലിബ് UAE എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ആളാണ്. അവിടെ മുഹമ്മദ് ഗാലിബിനൊപ്പമുള്ള സുഹൃത്തുക്കളാണ് ഇവരുടെ സാഹചര്യം കണക്കിലെടുത്ത് നിങ്ങൾ കേരളത്തിലേക്ക് പോകൂ, അവർ കായംകുളംകാരാണ്, കായംകുളത്ത് ഇവിടെ അഭിഭാഷകരടക്കമുള്ള സുഹൃത്തുക്കളുണ്ട്, അവർ നിങ്ങൾക്ക് വിവാഹം കഴിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരും, അത്തരത്തിൽ ഇവിടെ നിയമപരമായി സുരക്ഷിതമാണെന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അവർ 9-ന് ഇങ്ങോട്ട് പുറപ്പെടുകയും ചെയ്തത്. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ കായംകുളം നഗരസഭയിൽ ഇവരെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾക്കുള്ള അപേക്ഷയും എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് ഇസ്ലാം മത ആചാരപ്രകാരം ആദ്യം തന്നെ സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം ഇവർ ഇസ്ലാം മത ആചാരപ്രകാരം വിവാഹം കഴിച്ചു. അതിനുശേഷം ആശയുടെ ഈ താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ഇവർ ഹിന്ദുമത ആചാരപ്രകാരവും വിവാഹം കഴിച്ചു. ഒരു ഹിന്ദു വധു എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മംഗൾസൂത്ര അടക്കം അണിഞ്ഞ ആ രീതിയിൽ തന്നെ ഒരു മതേതര സ്വഭാവമുള്ള ഒരു ബന്ധമെന്ന് തന്നെ നമുക്ക് തന്നെ പറയാം. ആ രീതിയിൽ തന്നെയാണ് അവർ രണ്ടുപേരും ജീവിക്കുന്നത്. പക്ഷേ അവരുടെ നാട്ടിൽ ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സംഭവമായി മാറിയിരിക്കുന്നു. നിയമ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ഇവരെ